നമസ്കാരം. ഇൻസ്റ്റാഗ്രാം പ്ലാറ്റ്ഫോമിൽ ഒരു പ്രധാന മാറ്റമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതായത് അതൊരു പരീക്ഷണത്തിനാണ് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം മുതിരാൻ പോകുന്നത്. ഒരു പോസ്റ്റിന് 3 ഹാഷ്ടാഗുകൾ മാത്രമെന്ന പരിധി അവതരിപ്പിക്കാനുള്ള പരീക്ഷണത്തിലാണ് മെറ്റ ഉടമസ്ഥയിലുള്ള കമ്പനി എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. 2011 മുതൽ ഇൻസ്റ്റാഗ്രാം തുടർന്ന് വന്നിരുന്ന നിയമത്തിൽ നിന്ന് ഒരു സുപ്രധാന മാറ്റമാണിത്. ഒരു പോസ്റ്റിന് മുന്നിൽ കൂടുതൽ ഹാഷ്ടാഗുകൾ ചേർക്കുമ്പോൾ ഒരു എറർ സന്ദേശം കാണുന്നതായി ചില ഉപഭോക്താക്കൾ പറയുന്നുണ്ട്. എങ്കിലും ഈ ഫീച്ചർ നിലവിൽ എല്ലാ ഉപഭോക്താക്കൾക്കും ലഭ്യമല്ല. ഇത് സൂചിപ്പിക്കുന്നത് മെറ്റ പരിമിതമായ എണ്ണം ഉപഭോക്താക്കളിൽ ഹാഷ്ടാഗ് നിയന്ത്രണ ഫീച്ചർ ഇത് പരീക്ഷിക്കുന്നുണ്ട് എന്നതാണ്. പിന്നീട് പ്ലാറ്റ്ഫോമിൽ ഉടനീളം ഇത് നടപ്പിലാക്കുമെന്നതാണ് അറിയിച്ചിട്ടുള്ളത്. ഈ പരീക്ഷണത്തെക്കുറിച്ച് ഇൻസ്റ്റാഗ്രാം ഇതുവരെ ഔദ്യോഗികമായി ഒരു പ്രതികരണമൊന്നും നടത്തിയിട്ടില്ല, ഒരു പ്രസ്താവനയും പുറത്തു വന്നിട്ടില്ല എന്നതാണ് മറ്റൊരു കാര്യം. മുമ്പ് ഘട്ടം ഘട്ടമായി പുറത്തിറക്കിയ നിരവധി ഫീച്ചറുകളെ പോലെ ഈ മാറ്റവും ഒരേ പ്രക്രിയയുടെ ഭാഗമാണ് എന്നാണ് റിപ്പോർട്ടുകൾ. 2011 മുതൽ ഇൻസ്റ്റാഗ്രാമിൽ ഉപഭോക്താക്കൾ കണ്ടന്റ് കണ്ടെത്തുന്നതിന്റെ ഒരു പ്രധാന രീതിയാണ് ഹാഷ്ടാഗുകൾ. ഒരു പോസ്റ്റിൽ 30 ഹാഷ്ടാഗുകൾ വരെ ചേർത്തുകൊണ്ട് കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് അവരുടെ പോസ്റ്റുകളുടെ റീച്ച് വർദ്ധിപ്പിക്കാമായിരുന്നു. എന്നാൽ കാലക്രമേണ ഇൻസ്റ്റാഗ്രാമിന്റെ റെക്കമെൻഡേഷൻ സംവിധാനം മാറി. ഇപ്പോൾ എക്സ്പ്ലോർ വിഭാഗം ഉള്ളടക്കം, അടിക്കുറിപ്പുകൾ, ഉപഭോക്താ പെരുമാറ്റം എന്നിവയ്ക്ക് മുൻഗണന നൽകുന്നുണ്ട്. റീച്ച് വർദ്ധിപ്പിക്കുന്നതിൽ ഹാഷ്ടാഗുകൾ ഇനി അത്ര ഫലപ്രദമല്ല എന്ന് ഇൻസ്റ്റാഗ്രാം മേധാവി ആദം മുസേറി ആവർത്തിച്ച് പ്രസ്താവന നടത്തിയിട്ടുണ്ട്. ഹാഷ്ടാഗുകൾ ഇപ്പോൾ ഉള്ളടക്കത്തെ തരംതിരിക്കുന്നതിനുള്ള ഒരു മാർഗമായി മാത്രമാണ് മാറിയിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇൻസ്റ്റാഗ്രാമിൽ ഉണ്ടാക്കുന്ന മാറ്റം അത് വലിയ രീതിയിൽ ഇൻസ്റ്റാഗ്രാം ആരാധകരെ അലട്ടുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്നതാണ് മറ്റൊരു കാര്യം. ഈ മാറ്റം ഇൻസ്റ്റാഗ്രാം കണ്ടന്റ് അവതരിപ്പിക്കുന്ന രീതിയിൽ മാറ്റം വരുത്താനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. അങ്ങനെ ഒരു സൂചനയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. മുൻ വർഷങ്ങളിൽ, പ്രത്യേകിച്ച് 2010കളുടെ മധ്യത്തിൽ ഹാഷ്ടാഗ് തിരയലുകളെ ചുറ്റിപ്പറ്റിയുള്ള ശീലങ്ങളെ അത് വളർത്തിയെടുത്ത ഉപഭോക്താക്കൾക്ക് ഈ മാറ്റം പെട്ടെന്ന് ബാധിച്ചേക്കാം. അതേസമയം പുതിയ തലമുറയിലെ പ്രായം കുറഞ്ഞ ഉപഭോക്താക്കൾ പലപ്പോഴും ഹാഷ്ടാഗുകളെ ആശ്രയിക്കുന്നത് കുറവാണ്. എങ്കിലും ടാഗുകൾ ഉപയോഗിച്ച് പോസ്റ്റ് ചെയ്യുന്ന പഴയ രീതികൾ അത് ദീർഘകാല ഇൻസ്റ്റാഗ്രാം അംഗങ്ങൾക്കിടയിൽ സാധാരണയായി തുടരുന്നുണ്ട്. എന്തായാലും ഏറ്റവും പുതിയ പരീക്ഷണം അത് സൂചിപ്പിക്കുന്നത് ഇൻസ്റ്റാഗ്രാം ഉപഭോക്തൃ നിഷ്ഠിത ടാഗിൽ നിന്ന് മാറി ഓട്ടോമേറ്റഡ് ഉള്ളടക്ക കണ്ടെത്തലിലേക്ക് കൂടുതൽ നീങ്ങുന്നു എന്നതാണ് പ്രധാന കാരണം. 3 ഹാഷ്ടാഗ് പരിധി ഒരു സ്ഥിരം നിയമമാകുമോ എന്നത് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന പരീക്ഷണങ്ങളുടെയും അതോടൊപ്പം തന്നെ ഫലങ്ങളുടെയും മെറ്റയുടെ വിശാലമായ പ്ലാറ്റ്ഫോം തന്ത്രത്തെയും ആശ്രയിച്ചിരിക്കുന്നു എന്നതാണ് മറ്റൊരു പ്രധാന കാര്യം. ന്യൂസ് ഡെസ്ക് തത്വമൈ TV.